കട്ടപ്പന നഗരസഭാ മാർക്കറ്റിലെ മീൻ മാർക്കറ്റിന് സമീപം മീൻകടയ്ക്ക് ലൈസൻസ് നൽകിയതിനെ ചോദ്യം ചെയ്ത് കൌൺസിലിൽ പ്രതിഷേധം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. മീൻ മാർക്കറ്റ് ലേലത്തിൽ മുൻവർഷത്തേക്കാൾ കുറഞ്ഞ കൊട്ടേഷൻ ലഭിച്ച കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് അംഗങ്ങളിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചത്. മാർക്കറ്റിന് സമീപം മറ്റ് മീൻകടകൾ വന്നാൽ നഗരസഭയുടെ മീൻ മാർക്കറ്റ് പൂട്ടേണ്ടി വരുമെന്നും ലൈസൻസ് കൊടുത്തത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു. മുൻവർഷത്തേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നഗരസഭയുടെ സ്ഥലം ലേലം ചെയ്യേണ്ടതില്ലെന്ന അഭിപ്രായവും ഉയർന്നു. ഇന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പം ആകെ 12 അജണ്ടയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് സ്ലോട്ടർ ഹൗസ് പുതുക്കി പണിയുന്നതിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ടും കൗൺസിലിൽ ഉണ്ടായത്. കട്ടപ്പന ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നഷ്ടം നേരിട്ട വ്യക്തിക്ക് സർക്കാരിൽ അടയ്ക്കേണ്ട തുക ഇളവ് ചെയ്യണമെന്ന ആവശ്യമുയർന്നു. അടയ്ക്കേണ്ട തുകയിൽ 1/3 സർക്കാർ അനുമതി ലഭിച്ചാൽ ഒഴിവാക്കാമെന്ന് കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിൽ യോഗം ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ 12 അജണ്ടകൾ ചർച്ചയുണ്ടായി. അതിൽ സ്ലോട്ടർ ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഓഡിറ്റിൽ പരാമർശമായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ചർച്ചയ്ക്ക് വന്നപ്പം എല്ലാവരും കേട്ടാണ്. ഓഡിറ്റിൽ സ്ലോട്ടർ ഹൗസിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായിരുന്നു. കൗൺസിൽ അത് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ സ്ലോട്ടർ ഹൗസിൻ്റെ നവീകരണത്തെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ലോട്ടർ ഹൗസിൻ്റെ നവീകരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. WPC നമ്പർ WPC 1597/23 നമ്പർ വിധിപ്പകർപ്പിൽ ഇന്ന് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അനധികൃതമായ നിർമ്മാണങ്ങളെ സംബന്ധിച്ച് അത് ശരിയായ നടപടിയല്ല എന്നാണ് കൗൺസിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്രയും ഇതിൻ്റെ ഭാഗമായി കൗൺസിലോട് തീരുമാനിക്കാൻ പറഞ്ഞത് 2 ലക്ഷം രൂപ പെനാൽറ്റിയും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്ന സമയത്ത് പൊളിച്ചു കളയണമെന്നും മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർക്ക് ഏത് സമയത്തും സ്വതന്ത്രമായി പ്രവേശിക്കാനുള്ള എഗ്രിമെൻറ്റോട് കൂടിയുള്ള ഒരു തീരുമാനമാണ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നു. ന്യൂനത പരിഹരിക്കുന്നതിനെ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന ഫെസ്റ്റ് സംബന്ധിച്ച് കരാറുകാരൻ നമ്മൾ സമീപിച്ചിരുന്നു. മുനിസിപ്പാലിറ്റി കൗൺസിൽ ഒരു സബ് കമ്മിറ്റിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അടങ്ങുന്ന സബ് കമ്മിറ്റിയാണ് ആ വിഷയം പരിശോധിച്ചത്. അവരുടെ വരവുകണക്കുകളും മറ്റെല്ലാം വിശദമായി പരിശോധിച്ചു. അവർക്ക് നഷ്ടമുണ്ടായതായിട്ട് ആണ് സബ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഒരാളുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ബോൺമാരോ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു മാനുഷിക ഗ്രൗണ്ടിൽ അത് കണ്ടതുകൊണ്ടും പിന്നെ ആ സമയത്ത് ഇടുക്കി ജില്ലയിൽ നിന്നല്ല കേരളത്തിലെമ്പാടും റെഡ് അലേർട്ട് നിലനിന്നതിനാലും അത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ഗവൺമെൻറ് തീരുമാനത്തിന് വിധേയമായി 1/3 പൈസ കുറച്ച് കൊടുക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വിധേയമായി മാത്രമാണ് പൈസ കുറയ്ക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇനി മുതൽ ഗ്രൗണ്ട് വാടകയ്ക്കെടുത്താൽ ഫുൾ പൈസ, മൊത്തം പൈസയും അടച്ചതിന് ശേഷമേ ഗ്രൗണ്ട് ഇത്തരം പരിപാടികൾക്ക് കൊടുത്താൽ മതി എന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഉപയോഗിക്കാൻ വാഹനം വാടകയ്ക്കെടുക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ദീർഘകാലത്തേക്ക് കരാറിൽ ഏർപ്പെടേണ്ടെന്നും അതാതു മാസം കരാർ പുതുക്കാനും തീരുമാനമായി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.